കുട്ടൻ എന്താ എണ്ണുന്നത്? ഹൃദയമിടിപ്പാ. ഇന്ന് 68 കാണുന്നുള്ളൂ. 4 കുറവാ. എണ്ണം തെറ്റി കാണും. അല്ലെങ്കിൽ കുട്ടന് നേരാമണ്ണോ എണ്ണാൻ അറിയാഞ്ഞിട്ടാവും. 1 2 കുറഞ്ഞാലും സാരല്ല. ഹൃദയം ഇടിക്കണ്ടല്ലോ, അത് തന്നെ ഭാഗ്യം. എങ്ങനെയാ ഇടിക്കാണ്ടിരിക്കുക? നല്ല കരിങ്കല്ല് പോലുള്ള ഹൃദയല്ലേ. എന്താ വീരനായരെ? ഞാൻ തന്റെ പണിക്ക് വരാമെന്ന് വെച്ചു. മോനെ ഇനി പറഞ്ഞയക്കുന്നില്ല. ചെറുപ്പക്കാരല്ലേ, എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ട് പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ താക്കോൽ ഇങ്ങോട്ട് തരിക. അവൻ ഈ പണിക്കത്ര താല്പര്യം കാണുന്നില്ല. രാമനുണ്ണിക്ക് എന്താ അബദ്ധാ പറ്റിയത്? അവനെവിടെ? അവനോട് ഞാൻ വന്നോളാമെന്ന് പറഞ്ഞു. ഞാനാവുമ്പോ എനിക്കൊരു മനസമാധാനവും ഉണ്ട്. അതെ, താൻ ഈ ചോദ്യന്റെ മുകളിലുള്ള കാലും വെച്ച് എന്ത് മനസമാധാനത്തിലാ കാർ ഓടിക്കണേ? മോൻ ചെറുപ്പല്ലേ, അവൻ അധ്വാനിക്കട്ടെ. എന്ത്? അതെ, അതാ നല്ലത്. ഈ അസുഖം കാണുമ്പോ വീരന്മാരെ വിഷമിപ്പിക്കാൻ എനിക്ക് മനസ്സ് വരുന്നില്ല. എനിക്കൊരു വിഷമവുമില്ല. അവനൊരു പ്രശ്നമുണ്ട്. അറിയാതെ ചിലപ്പോ സ്പീഡ് കൂടും. അതിനും ബ്രേക്ക് ഇല്ലേ വണ്ടിക്ക്? ചവിട്ടിക്കൂടെ? ഞാനും ഒരു ബ്രേക്കിന്റെ കാര്യം തന്നെയാ പറയുന്നേ. ഇപ്പൊ അങ്ങനെ ഒരു ബ്രേക്ക് ഇട്ടേ പറ്റൂ. അയ്യോ അച്ഛൻ, അച്ഛൻ എന്തൊരു പണിയാ അച്ഛായി കാണിച്ചത്? ജോലി ജോലി എന്ന് പറഞ്ഞ അച്ഛൻ ഇങ്ങനെ വാശി പിടിച്ച് ഓടി വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇത്രയും വർഷം അച്ഛൻ ഞങ്ങളെ പൊന്നുപോലെ നോക്കി. ഇനി അച്ഛൻ ഒന്ന് വിശ്രമിക്ക്. മുത്തശ്ശി എന്നെ പറ, ഈ കാലും വെച്ചോണ്ട് അച്ഛന് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? മക്കളെ കൊണ്ട് പണിയെടുപ്പിക്കരുതെന്നുള്ള ത്യാഗ മനസ്സിലാണ് അച്ഛന്. എനിക്കാണെങ്കിൽ ജോലി ചെയ്യണമെന്നുള്ള ആവേശവും. അച്ഛന്റെ മോനല്ലേ അച്ഛൻ ഞാൻ? അവൻ പറയുന്നതിന് കാര്യമുണ്ട് വീരനായര്. വയസ്സുകാലത്ത് മക്കളല്ലേ അച്ഛന് തുണയാവുണ്ടത്. കേട്ടോ, ഇപ്പൊ മക്കൾ അച്ഛന് വിനയാവുന്ന തോന്നുന്നു. അച്ഛൻ ഒന്നും പറയണ്ട. ഇതെന്റെ സ്വന്തം മുത്തശ്ശിയെ പോലെ. മുത്തശ്ശി പറയുന്ന പോലെ അങ്ങോട്ട് കേട്ടാ മതി. മുത്തശ്ശിയുടെ മനസ്സ് വിഷമിപ്പിക്കരുത്. മുത്തശ്ശിയോട് ഞാൻ അച്ഛൻ ഇവിടെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ വൈദ്യുതി അവിടെ കിഴിയിടാൻ വെയിറ്റ് ചെയ്യുന്നു. എന്നാ ചെല്ലി വീരനായരെ. അച്ഛനൊന്ന് മനസമാനായിട്ട് ഇരിക്കുന്ന കണ്ടിട്ട് വേണം എനിക്കൊന്ന് കണ്ണടയ്ക്കാൻ. അല്ല, ഒന്ന് നിവർന്ന് നിൽക്കാൻ. അച്ഛൻ ഇങ്ങോട്ട് വന്നേ. വൈദ്യുതി പാട്ടിന് പോകും. ഇപ്പൊ വരാം മുത്തശ്ശി. ഇത്രയൊക്കെ പറഞ്ഞിട്ടും എന്റെ ആത്മാർത്ഥത അച്ഛൻ മനസ്സിലാക്കാത്തതിലാണ് എനിക്ക് വിഷമം. നില്ല്. ചെരുപ്പ് ഇട്. എടാ, ഒന്നും പറയണ്ട, എല്ലാം വീട്ടിൽ ചെന്നിട്ട് പറയാം. അച്ഛൻ വീട്ടിൽ ചെന്ന് വിശ്രമിക്ക്. എടാ മോനെ, നീങ്ങി വാ. നിന്റെ പ്രായം കഴിഞ്ഞാ ഞാൻ വന്നത്. പോലീസുകാരുമായി ചീട്ട് കളിക്കുന്നൊരു ചൊല്ലുണ്ട്. നിന്റെ തടി നീങ്ങാത്തോ? പോലീസുകാരുമായി ചീട്ട് കളിക്കരുത്. ശമ്പളം കിട്ടിയ ദിവസമല്ലേ? എന്താ പ്രോഗ്രാം? ഇന്ന് ക്ലാസ് കട്ടിയല്ലേ? ഈ പകല് ഞാൻ ഡെവിളിന് തന്നിരിക്കുന്നു. ആദ്യത്തെ ശമ്പളം അല്ലേ, അതെനിക്ക് വേണ്ടി പൊട്ടിച്ചൂടെ? പൊട്ടിക്കാം, അതിനെന്താ? ഡെവിളിന്റെ ഒന്നും കഴിക്കുന്നില്ലേ? എനിക്കൊന്നും കഴിച്ചൂടാ. വ്രതമാ. വ്രതമോ? തിങ്കളാഴ്ച വ്രതം. അത് തന്നെ, ഈ ബുധനാഴ്ച എടുക്കുന്ന തിങ്കളാഴ്ച വ്രതം. ആഴ്ചയിൽ 7 ദിവസമാണല്ലോ. ഞാൻ ബുധനാഴ്ചയാണ് തിങ്കളാഴ്ച വ്രതം എടുക്കുന്നത്. അതൊരു ശീലമായി പോയി. തിങ്കളാഴ്ച വ്രതം എടുക്കുന്ന പെണ്ണുങ്ങളല്ലേ നല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടി? അതിപ്പോ തിരിച്ചു ആകാമല്ലോ. നല്ല ഭാര്യമാരെ കിട്ടാൻ വേണ്ടി ആണുങ്ങൾ എടുക്കുന്ന വ്രതം. ഇനി എന്താ വേണ്ടത്? എന്ത് വേണേലും പറഞ്ഞോണം, മടിക്കരുത്. അതെ, നമ്മുടെ ഡെവിളിന്റെ സന്തോഷത്തിന് വേണ്ടി നമുക്ക് ഒരു ഫലൂഡ കഴിക്കാം. ഫലൂഡ ഉണ്ടോ? ഉണ്ട് സാർ. സാധാരണ ഇവിടെ ഫലൂഡ കാണാറില്ല. ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം അതാണ് സാർ. ഞാൻ ഉദ്ദേശിച്ച ഫ്രൂട്ട് സാലഡാണ്. തിരിഞ്ഞുപോയി. ഫ്രൂട്ട് സാലഡ് കഴിക്കാൻ മറന്നുപോയി. ശരി, 8 ഫലൂഡ, 8 ഫ്രൂട്ട് സാലഡ്. എക്സ്ക്യൂസ് മീ, ആ ബില്ലൊന്നും ഉണ്ടെന്ന്. ഓക്കെ സാർ. ബില്ലിന് വലിയ താമസമാ, കിട്ടിയില്ലാന്ന് വരും. ഡെവിളിന്ന് എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ ശരിക്കും ഷൈൻ ചെയ്തു. ഞങ്ങൾ ഇന്ന് വരെ ആരും ഇങ്ങനെ സൽക്കരിച്ചിട്ടില്ല. ബോബി മാത്രമേ കാണൂന്നാ ഞാൻ വിചാരിച്ചത്. വിഷമായോ? ഏയ്, ഒന്ന് പൊട്ടിക്കണമെന്ന് പറഞ്ഞപ്പോ പൊട്ടിക്കാമെന്ന് ഞാനും വിചാരിച്ചു. പക്ഷേ ഇങ്ങനെ അടിമുടി പൊട്ടുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. എന്നാലും എല്ലാവരും ചേർന്ന് നല്ല എൻജോയ്മെന്റ് അല്ലായിരുന്നോ? വീട്ടിൽ ചെല്ലുമ്പോഴും നല്ല എൻജോയ്മെന്റ് ആയിരിക്കും. ഡെവിൾ, പോകരുതേ, ഒരു സർപ്രൈസ് ഉണ്ട്. എന്താ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞത്? എന്താ ഇത്? നോക്ക്. സ്നേഹപ്പൂ.
വേണ്ട, ഞാൻ സൗകര്യം പോലെ പിന്നെ തുറന്ന് വായിച്ചോളാം. ഏയ് നിക്കവിടെ. എന്താ അത്? എന്താ അത്? പോക്കറ്റിൽ എന്താ വെച്ചല്ലോ? പോക്കറ്റ് വെച്ചെന്നോ? സാറിന് രാത്രി കണ്ണ് കണ്ടുകൂടാത്ത അസുഖമുണ്ട്. നീ ആ വീരനാരുടെ മോൻ തന്നെ? ഇതാ ഞാൻ പറഞ്ഞ, സാറിന് രാത്രി കണ്ണ് കണ്ടുകൂടാ. വരട്ടെ. നിന്നെവിടെ? ആ പോക്കറ്റിലെടുത്ത് എന്താ? പോക്കറ്റിലുള്ള ഒന്നുമില്ലെന്നേ, ഒന്നുമില്ലെന്നല്ലേ പറഞ്ഞത്. പോക്കറ്റിലൊന്നും ഇല്ലെന്ന്. സാറേ, എന്റെ ഭാവിയുടെ പ്രശ്നമാണ്. അയ്യോ, സാർ, സാർ, please, സാർ, അയ്യോ. എന്നാലും നീ ഇത്തരക്കാരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. എടാ കേറി മുറത്തി കയറി കൊത്തിയല്ലോടാ. ഈ തറവാട്ടിൽ ഇങ്ങനൊരു സംഭവത്തിന് മുമ്പ് ഉണ്ടായിട്ടില്ല. ആ വീരനാരുടെ മുഖത്ത് കരി വാരിത്തേക്കാൻ ഇങ്ങനൊരു മോനോ? ഇതെന്റെ കയ്യിൽ കിട്ടിയത് ഭാഗ്യേ. ആ തള്ളിയും പോലീസുകാരും അറിഞ്ഞ നിന്റെ ശവം ഭാരതപ്പുഴയിൽ തപ്പി കളിക്കടാ. ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണ കള്ള. സാർ എന്നെ മാത്രം ചീത്ത വിളിക്കുന്നത് എന്തിനാ? തെറ്റ് എന്റേത് മാത്രമല്ല. ഒരു കൈ മാത്രം കൊട്ടിയാൽ ശബ്ദം ഉണ്ടാവില്ലല്ലോ. എല്ലാം സംഭവിച്ചു പോയി. സാർ അതിങ്ങട്. കാശോ? ആ കാശ് അതാ ഇവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചേ. അപ്പൊ കവറിനകത്തുണ്ടാവും. കവറിനെത്തുണ്ടായിരുന്ന ഏയ്, കാശ്. ഡെവിൾ. പൊട്ടിച്ച ശമ്പളം മുഴുവൻ ഉണ്ടോ നോക്ക്. ഓ അത് ശരി. അല്ല നീ എന്തിനാ എന്നെ കണ്ടപ്പോ കാശ് ഒളിപ്പിച്ചു വെച്ചത്? തമാശ കളിച്ച് കളിപ്പിക്കല്ലേ? വേണ്ട വേണ്ട ഓങ്ങൻ. അച്ഛാ, എനിക്ക് ശമ്പളം കിട്ടി. എന്താ ഇത്? ഇന്ന് ശമ്പളം കിട്ടിയ ദിവസമല്ലേ? ഉണ്ണിക്ക് കുടുംബത്തിനോട് സ്നേഹം ഉണ്ടെന്ന് ചേച്ചിക്ക് ഇപ്പൊ മനസ്സിലായല്ലോ. അച്ഛൻ എന്നോടുള്ള പിണക്കം ഇതുവരെ തീർന്നില്ലാന്ന് തോന്നുന്നു. ആ, ഇത് ചേച്ചി, ഇത് ഭാഗ്യത്ത്, അലയനും മഫ്ലർ. ആദ്യത്തെ ശമ്പളമായതുകൊണ്ടാണ് ഞാൻ ആഘോഷിച്ചത്. അടുത്ത ശമ്പളം മുട്ടായിൽ ഒതുക്കും. ചെലവൊക്കെ ഇനി കൂടാൻ പോവല്ലേ. ഇതൊക്കെയാണോ വലിയ ചെലവ്? അല്ല എനിക്ക് മഫ്ലർ മാത്രമേ ഉള്ളൂ, വേറെ നാണോ ഇല്ലല്ലോ ഇങ്ങനെ പറയാ. എത്ര നാളായിട്ട് ശമ്പളം വാങ്ങിക്കുന്നു? ഇതുവരെ എന്തെങ്കിലും എന്നെ ഉണ്ണിയായിട്ട് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? പിന്നെ ഞാനല്ലേ അവനെ ആദ്യം മിസ്സിൽ വാങ്ങിച്ചു കൊടുത്തു. അതിലൂടെ ഊതിയിട്ടല്ലേ അവൻ വലിയ പേരിയായിട്ട് റെഫറി ആയത്. ആ കിട്ടി 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 കിട്ടി. അച്ഛന്റെ പിണക്കം മാറ്റാനുള്ള അച്ഛന്റെ പിണക്കം. അലയൻ ഡ്യൂട്ടിക്ക് പോകും. ഡ്യൂട്ടിക്ക് കുറച്ച് കഴിഞ്ഞു പോയാലും മതി. അച്ഛന്റെ പിണക്കം നമുക്ക് ഒരുമിച്ച് മാറ്റാം. ഭാഗ്യം 2 ക്ലാസ് എടുത്ത് അച്ഛന് പിണക്കം. അച്ഛൻ എന്നോട് പിണക്കമാണെന്നറിയാം. എന്നാലും ഒരു മകന്റെ ധർമ്മം എങ്ങനെ കാണിക്കണമെന്ന് എനിക്കറിയാം. സ്നേഹം എന്ന് പറയുന്നത് ഒരു തുള്ളി മദ്യം പോലെ അല്ലേ അച്ഛാ? മദ്യത്തിന് മുമ്പിൽ പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ള വ്യത്യാസമില്ല. അതെ അതെ. അതുപോലെ പ്രേമത്തിന്റെ മുമ്പിലും പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഉള്ള വ്യത്യാസം ഇല്ല. സമ്പൂർണ്ണ സോഷ്യലിസം, അതാണ് നമ്മുടെ മുദ്രാവാക്യം. ആ, അലയെ കൊണ്ട് പിടിച്ചേ, ഒഴുക്കി. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടെന്ന്, എനിക്ക് വേണ്ട. അച്ഛന് വെള്ളം വേണ്ടെന്നാണ് പറഞ്ഞത്. ഒഴിച്ചു കൊടുക്കും. അത് പറയണ്ടേ? പിടിക്കൂ. അച്ഛനെ കൊണ്ട് പിടിച്ചേ. പിടി. ആ, കുടിക്ക്. കുടി. കുടിക്കാൻ കുടി കുടി. ആ. ദേ അച്ഛന്റെ പിണക്കം മാറി, അച്ഛന്റെ പിണക്കം മാറി. ഇനി നിന്റെ ആവശ്യമില്ല, നീ പോ 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 പോ. ഇനി നീ പോയി പ്രേമിക്കേ, എന്ത് വേണമെങ്കിലും ചെയ്യ്. നീ എല്ലാവർക്കും ഓരോ സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുത്തു. അവക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തോ? ആർക്ക്? പോടാ ആ കുട്ടിക്ക്. ബോബി, ഇലക്ട്രീഷ്യന്മാരെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ? ഇന്നലെ എന്തിനാ പണം തിരിച്ചെന്ന് എനിക്ക് പിണക്കായി കേട്ടോ. പരസ്പരം അറിയുന്ന സ്ഥിതിക്ക് ഡെവിളിന്റെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കണ്ടേ? അത് ശരിയാ. ആദ്യത്തെ ശമ്പളമായതുകൊണ്ട് ഞാൻ വീട്ടിലെല്ലാവർക്കും ഓരോ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തു. സത്യത്തിൽ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഞാൻ ബോബിക്കൊന്നും വാങ്ങിയില്ലല്ലോ എന്ന്. ഇഷ്ടപ്പെട്ട ഒരെണ്ണം വാങ്ങി. ചേരുമെന്നറിയില്ല. പിന്നെ എനിക്ക് വേണ്ടി പണം ചെലവാക്കിയല്ലേ? ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? എനിക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എന്താ? ഒന്നുമില്ല. ഞാൻ പറയട്ടെ, ഈ ഡ്രസ് ഇട്ട് ഡെവിളിനെ എന്നെ ഒന്ന് കാണണം, അതല്ലേ ആഗ്രഹം? അതെ, അതെങ്ങനെ അറിഞ്ഞു? ഡെവിളിന്റെ മനസ്സ് എനിക്കറിഞ്ഞൂടെ? അതാണ് ബോബി. 1 മിനിറ്റ്.